ഹൈറാർക്കി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പൊ ആദ്യം റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാം. അപ്പം റോഡ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഒരു അർബൻ റോഡ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് 5 ടൈപ്പ് ആയിട്ടാണ്. അതിലൊന്ന് എക്സ്പ്രസ് വേസ്, 2 ആർട്ടേറിയൽ സ്ട്രീറ്റ്സ്, 3 സബ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സ്, 4ാമത്തത് കലക്ടർ സ്ട്രീറ്റ്സ് ആൻഡ് 5th വൺ ലോക്കൽ സ്ട്രീറ്റ്സ്. അങ്ങനെ ഇങ്ങനെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ശരിക്കും ഒരു അർബൻ റോഡിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതല്ല എക്സ്പ്രസ് വേസ്. അർബൻ റോഡ് മെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആർട്ടേറിയൽ സ്ട്രീറ്റ്, സബ് ആർട്ടേറിയൽ, കലക്ടർ സ്ട്രീറ്റ്, ലോക്കൽ സ്ട്രീറ്റ്. അതിൽ തന്നെ സബ് ആർട്ടേറിയൽ എല്ലാ സിറ്റീസിലും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല, അത് ഓപ്ഷണൽ ആണ്. ആർട്ടേറിയൽ, കലക്ടർ, ലോക്കൽ സിറ്റിയുടെ അകത്തുള്ള ട്രാവലിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്പ്രസ് വേസ് നമുക്കറിയാം, അത് മെയിൻ ആയിട്ടുള്ള സിറ്റീസിനെ കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് മാർക്കറ്റുകളെ കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അത് സിറ്റിയുടെ അകത്തു കൂടെ റൺ ചെയ്യുന്നതല്ല, സിറ്റിയുടെ പുറമേ കൂടെ റൺ ചെയ്യുന്നതാണ്. എന്നാൽ അതിലേക്ക് ഏറ്റവും ചെറിയ, അതായത് ഇപ്പൊ ഒരു ഹൗസ് ഹോൾഡ് ആണെങ്കിൽ, ഒരു വീടാണെങ്കിൽ, ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഈ പല റോഡുകൾ വഴിയായിരിക്കാം നമ്മൾ എക്സ്പ്രസ് വേയിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പം റോഡ് ടൈപ്പിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയുമ്പോൾ അതിൽ എക്സ്പ്രസ് വേസ് പറയാം, ആർട്ടേറിയൽ സ്ട്രീറ്റ്സ് പറയാം, സബ് ആർട്ടേറിയൽ പറയാം, കലക്ടർ പറയാം, ലോക്കൽ സ്ട്രീറ്റ്സ് പറയാം. എന്നാൽ അർബൻ റോഡ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് വേസ് നമുക്ക് അതിൽ അർബൻ ഏരിയന് പുറമേ കൂടെ റൺ ചെയ്യുന്നതാണ്, അർബൻ ഏരിയയുടെ അകത്ത് അത് പ്രവേശിക്കുന്നില്ല. അപ്പോൾ എക്സ്പ്രസ് വേസ് വേണമെങ്കിൽ അർബൻ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം. എന്നിരുന്നാലും ഈ അർബൻ റോഡുകളെല്ലാം ലാസ്റ്റ് ചെന്ന് ചേരുന്നത് എക്സ്പ്രസ് വേസിലേക്കായിരിക്കും. അതായത് ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരുപാട് ദൂരം അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്നത് എക്സ്പ്രസ് വേസ് ആണ്. അപ്പൊ അതിലേക്കായിരിക്കും ഇത് ഫൈനലി എത്തിക്കുന്നത്. ഓക്കെ, കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടതെല്ലാം എക്സ്പ്രസ് വേയിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലി എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എക്സ്പ്രസ് വേസ്. എക്സ്പ്രസ് വേസിനെ കുറിച്ച് കൂടുതൽ പറയണ്ട, നമുക്കറിയാലോ ഓൾറെഡി. നമുക്ക് ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡാണ്. നല്ല വീതിയിലും അതുപോലെ തന്നെ ഡിവൈഡർ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് സ്പീഡ് ആയിട്ടുള്ള മൂവ്മെന്റിനുള്ളതാണ്. അപ്പൊ അതില് പെഡസ്ട്രിയൻ മൂവ്മെന്റ്സ് അലൗഡ് അല്ല ആ റോഡില്. ഓക്കെ, ആളുകളെ ക്രോസ് ചെയ്യാനോ ഒന്നും അനുവദിക്കില്ല. അത് ഫുൾ നല്ല സ്പീഡ് മൂവ്മെന്റിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ഓക്കെ, മെയിൻ മാർക്കറ്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുന്ന റോഡുകളാണ്. അതുപോലെ ഇപ്പം ലെവൽ ക്രോസിങ്സ്, ഇപ്പോൾ റെയിൽവേ ക്രോസിങ്സോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള കേർവ്സോ സ്റ്റീപ്പായിട്ടുള്ള, അതായത് കുത്തനെയുള്ള ഇറക്കവും കയറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്രസ് വേസിൽ പൊതുവെ പ്രൊവൈഡ് ചെയ്യില്ല. അതുപോലെ നമ്മുടെ നാട്ടിൽ അത് അങ്ങനെ കാണാൻ പറ്റില്ല. അതായത് ടെലിഫോൺ ഫെസിലിറ്റി ഒന്നും നമുക്ക് എല്ലാ റെഗുലർ ഇന്റർവെൽസിലും നമ്മളുടെ ഈ ഒരു ചുറ്റുപാടിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്നിരുന്നാലും ശരിക്കും ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. സർവീസ് സ്റ്റേഷൻസ്, ടെലിഫോൺ ഫെസിലിറ്റി, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി എല്ലാം റെഗുലർ ഇന്റർവെൽസിൽ എക്സ്പ്രസ് വേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എക്സ്പ്രസ് വേസിനെ കുറിച്ച് എഴുതുവാണെങ്കിൽ അത് ഏറ്റവും സ്പീഡായിട്ടും അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ഹെവി ട്രാഫിക്കിന് വേണ്ടിയുള്ളതാണ്. പെഡസ്ട്രിയൻസ് അതിൽ അലൗഡ് അല്ല. മെയിൻ മാർക്കറ്റുകളെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുന്ന റോഡുകളാണ്. ഇന്റർ സ്റ്റേറ്റ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്റർ സ്റ്റേറ്റ് റോഡുകളായിരിക്കും. ഇപ്പൊ നമുക്ക് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ട് അല്ലെ, മെയിൻ ഇന്ത്യയിലെ 4 സിറ്റീസിനെ കണക്ട് ചെയ്തിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ട് എക്സ്പ്രസ് വേസ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉടനീളം കാസർഗോഡ് ടു ട്രിവാൻഡ്രം നമുക്ക് റോഡ് വരുന്നുണ്ട് അല്ലെ, 4 വരി പാത, സർവീസ് റോഡ് അടക്കം 6 വരി വരുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പം അതില് ട്രാഫിക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. അതായത് മാഹി ആ ഒരു ഏരിയയിൽ. ബാക്കിയുള്ളതിലൊന്നും ട്രാഫിക് സിഗ്നൽസ് ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. അതായത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരിക്കും ആ റോഡിലൂടെ, വേറെ ഇടയിൽ ട്രാഫിക് സിഗ്നൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ സർവീസ് റോഡ് ത്രൂ ആണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആക്സസ് വരുന്നത്. ഓക്കെ, ഇത് കണ്ടിന്യൂസ് നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട്
പറ്റുന്ന രീതിയിലാണ് മാക്സിമം വലിയ വലിയ കർവുകളെല്ലാം ഒഴിവാക്കിയിട്ട് മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ആ റോഡിന് കൊടുത്തിരിക്കുന്ന ഡിവൈഡറിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. ഡിവൈഡർ നമ്മൾ നോർമലി കാണുന്ന റോഡുകളിൽ കുറച്ച് വീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലെ. നമുക്ക് അറിയാം, നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലൊക്കെ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും അർബോറി കൾച്ചർ എന്ന് പറയുന്ന ടേം. അതായത് ഈ റോഡിന്റെ നടുക്ക് ഉള്ള ആ ഒരു പോർഷനിൽ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് നമുക്ക് നോർമലി കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം നമ്മുടെ ഈ കേരളത്തിലൂടെ വരുന്ന ആ റോഡ് എന്ന് പറയുന്നത് അധികം വീതി ഇല്ലാത്ത തരത്തിലുള്ള ഡിവൈഡറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വീതിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നോർമലി ആർബോറിക്കൾച്ചർ അല്ലെങ്കിൽ വീതിയുള്ള ഡിവൈഡർ കൊടുക്കുന്നതിലും കുറെ കൂടെ നമുക്ക് ആ റോഡിന് വീതി കൂടുതൽ കിട്ടത്തക്കവണ്ണമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് എക്സ്പ്രസ് വേസിൽ വരുന്നത്. നല്ല സ്പീഡായിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ്സിനെയും ഇമ്പോർട്ടന്റ് പ്ലേസസിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇനി നമ്മുടെ അർബൻ റോഡ്സിൽ വരുന്ന പ്രധാനപ്പെട്ട റോഡാണ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആർട്ടേറിയൽ സ്ട്രീറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ടൗണിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് എക്സ്പ്രസ് വേയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഡ്യൂട്ടിയാണ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സിനുള്ളത്. അതായത് ഒരു ടൗണിനെ എക്സ്പ്രസ് വേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആർട്ടേറിയൽ റോഡ്സ് അല്ലെങ്കിൽ ആർട്ടേറിയൽ സ്ട്രീറ്റ്സിനുള്ളത്. ഓക്കെ, ആർട്ടേറിയൽ റോഡ്സ് വിച്ച് കണക്ട് ദ ടൗൺ ടു സ്റ്റേറ്റ് ഹൈവേ ഓർ എ നാഷണൽ ഹൈവേ. ഓക്കെ, നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോളാണുള്ളത്. ഫോർ ദ ഹെവി ഓർ ഇമ്പോർട്ടന്റ് ട്രാഫിക് ഇൻസൈഡ് ദ സിറ്റി, അതായത് സിറ്റിക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട ട്രാഫിക്കുകളെല്ലാം ഈ ഒരു റോഡിലൂടെ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് മൂവ്മെന്റ് ആയിരിക്കും. അപ്പം അങ്ങനെ മൂവ്മെന്റ് ഉള്ള ഒരു റോഡിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പാർക്കിംഗ്, ലോഡിംഗ്, അൺലോഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് നോർമലി റോഡിലൂടെ അലൗഡ് ആയിരിക്കില്ല, ക്രോസ് ചെയ്യാൻ അലൗഡ് ആയിരിക്കില്ല. ഇന്റർസെക്ഷൻ ജംഗ്ഷൻസിലായിരിക്കും അവർക്കൊക്കെ ക്രോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് റോഡ് മുറിച്ച് കടക്കത്തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ നോക്കണ്ട, പൊതുവെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ മുകളിലൂടെ ഉള്ള ഓവർ ബ്രിഡ്ജ് പോലെയോ അല്ലെങ്കിൽ അണ്ടർപാസ് ഒക്കെ ആയിട്ട് ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും. അല്ലാതെ റോഡ് മുറിച്ചിട്ട് കിടക്കുന്ന തരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കില്ല ഈ മെയിൻ ആയിട്ടുള്ള ആർട്ടേറിയൽ സ്ട്രീറ്റ്സിൽ. ഓക്കെ, ജംഗ്ഷൻസിലായിരിക്കും അല്ലാതെ രീതിയിൽ ഉണ്ടായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ അണ്ടർപാസുകളോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജ് പോലെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നതാണ്. ഓക്കെ, ജോയിൻ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് വിത്ത് ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ഏരിയ. അപ്പൊ ഇത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൗണിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നടക്കുന്ന ആ ഒരു ഏരിയ സെൻട്രൽ ഏരിയ എന്ന് നമുക്ക് പറയാം. പുറമേയുള്ള, അതായത് ആ സിറ്റിയുടെ പെരിഫറിയിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡിലുള്ള താമസിക്കുന്ന ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഫംഗ്ഷനും കൂടെ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. യൂഷ്വലി അലോങ് ദ എക്സ്പ്രസ് വേസ് സെർവിങ് ആസ് എ പ്രിൻസിപ്പൽ നെറ്റ്വർക്ക് ഓഫ് ട്രാഫിക് ഫ്ലോ. അപ്പൊ എക്സ്പ്രസ് വേസിനെ അലോങ് ആയിട്ട് റൺ ചെയ്യുന്നു. എക്സ്പ്രസ് വേസിലേക്ക് ട്രാഫിക്കിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ടൗണിനെ നാഷണൽ ഹൈവേ ആയിട്ടോ സ്റ്റേറ്റ് ഹൈവേ ആയിട്ടോ അല്ലെങ്കിൽ ആ എക്സ്പ്രസ് വേ ആയിട്ടോ കണക്ട് ചെയ്യുന്ന റോഡാണ്. ഓക്കെ, അപ്പം ഇതില് ആ ടൗണിലുള്ള ഹെവി ആയിട്ടുള്ള ട്രാഫിക്കുകളൊക്കെ ഈ റൂട്ടിലൂടെ വരുന്നു. അതുപോലെ ഇതില് പാർക്കിംഗ്, ലോഡിംഗ്, അൺലോഡിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പെഡസ്ട്രിയൻസ് ഇന്റർസെക്ഷൻസിൽ മാത്രമേ ക്രോസ് ചെയ്യാൻ അനുവദിക്കുള്ളൂ. ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ഏരിയ, അതായത് ആ ടൗണിന് പുറമേയുള്ള ആളുകൾ വസിക്കുന്ന ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡും കൂടിയാണ്. ടൗണിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള റോഡാണ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സ്. ഇനി സബ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സ്, അത് ഓപ്ഷണൽ ആണ്. ഓക്കെ, എല്ലാ സ്ഥലത്തും അത് ഈ ഒരു ടൈപ്പ് ഓഫ് റോഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. ഇത് ചെയ്യുന്നത് കലക്ടർ സ്ട്രീറ്റ്സ്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ, സബ് ആർട്ടേറിയൽ, കലക്ടർ. അപ്പൊ കലക്ടർ സ്ട്രീറ്റ്സിനെയും ആർട്ടേറിയലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് സബ് ആർട്ടേറിയൽ.
ഓക്കെ. മേജർ റോഡ്സ് ആണ്. ദേ റൺ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ടൗൺ കണക്ടിങ് ഇമ്പോർട്ടൻറ്റ് സെന്റേഴ്സ്. ടൗണിന്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ്. ഇപ്പം ആർട്ടേറിയൽ ആണെങ്കിൽ ടൗണിലെ മെയിൻ ഏരിയയിൽ നിന്ന് അതിന്റെ ഔട്ട്സൈഡ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കും, അതുപോലെ എക്സ്പ്രസ് ഹൈവേയിലേക്കും അല്ലെങ്കിൽ എക്സ്പ്രസ് വേയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന മേജർ റോഡാണ്. എന്നാൽ ഇത് ടൗണിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന റോഡാണ്. ദേ ആർ ഡിസൈൻഡ് ഫോർ സ്ലോ മൂവിംഗ് ട്രാഫിക് ആൻഡ് കവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പൊ ഈ പർട്ടിക്കുലർ റോഡിന്റെ സബ് ആർട്ടറിയൽ സ്ട്രീറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ചെറിയ ലെങ്ത്തുകളെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സ് വളരെ കുറവായിരിക്കും. ആർട്ടേറിയൽ സ്ട്രീറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രാഫിക് പൊതുവെ കുറവായിരിക്കും. കാരണം ഹെവി ആയിട്ടുള്ള ട്രാഫിക്കുകളും എല്ലാം മേജർ ആയിട്ടുള്ള എല്ലാം ആർട്ടേറിയൽ സ്ട്രീറ്റ്സിലൂടെ പോകും. ഇത് ടൗണിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട സെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്നു. ഇനി ഇതിൽ പെഡസ്ട്രിയൻസ് മുന്നത്തെ പോലെ തന്നെ ഇന്റർസെക്ഷൻസിൽ മാത്രമേ ക്രോസ് ചെയ്യാൻ അനുവദിക്കുള്ളൂ. പാർക്കിംഗ്, ലോഡിംഗ്, അൺലോഡിംഗ് ഇതെല്ലാം അനുവദിക്കും, എന്നാൽ കൺട്രോൾഡ് ആയിട്ടായിരിക്കും. ഓക്കെ, നോർമലി അത് റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ചില സമയം വെച്ചിട്ടൊക്കെ, അതായത് പീക്ക് ടൈമിലൊന്നും അനുവദിക്കാതെ കൺട്രോൾ ചെയ്തുകൊണ്ട് ചില അധികം തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ അലൗഡ് ആക്കി അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം സബ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സ് എന്ന് പറയുമ്പോൾ ടൗണിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്നു. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കലക്ടർ സ്ട്രീറ്റിനെയും ആർട്ടേറിയൽ സ്ട്രീറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആർട്ടേറിയൽ സ്ട്രീറ്റ്സിന്റെ അത്ര ട്രാഫിക് ഇല്ല, ചെറിയ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, പെഡസ്ട്രിയൻസ് ഇന്റർസെക്ഷൻസിൽ അലൗഡ് ആണ് ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി വരുന്നതാണ് കലക്ടർ സ്ട്രീറ്റ്സ്. അപ്പൊ ഇതുവരെ പറഞ്ഞ റോഡുകളിലൊന്നും ഡയറക്റ്റ് ആക്സസ് ഇല്ലായിരുന്നു. അതായത് ആക്സസ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ് കയറത്തക്കവണ്ണമുള്ള പ്രൊവിഷൻസ് അങ്ങനെ ഇല്ലായിരുന്നു. എക്സ്പ്രസ് വേസിലാണെങ്കിലും ഡയറക്റ്റ് ഒരു പ്രോപ്പർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലേക്കോ ഒന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ആർട്ടേറിയലും സബ് ആർട്ടേറിയലും. എന്നാൽ കലക്ടറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്ലോ മൂവിങ് ആയിരിക്കും, എന്നാൽ ആക്സസും കൂടെ ഇതിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. കലക്ടർ റോഡ്സ് അല്ലെങ്കിൽ കലക്ടർ സ്ട്രീറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ടർ റോഡ് ഈസ് എ ലോ ടു മോഡറേറ്റ് കപ്പാസിറ്റി റോഡ് വിച്ച് സെർവ്സ് ടു മൂവ് ട്രാഫിക് ഫ്രം ലോക്കൽ സ്ട്രീറ്റ് ടു ആർട്ടേറിയൽ റോഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്കൽ സ്ട്രീറ്റ്, ഇതിന്റെ താഴെ വരുന്ന റോഡ് ലോക്കൽ സ്ട്രീറ്റ്സ് ആണ്. ലോക്കൽ സ്ട്രീറ്റ്സിനെയും ആർട്ടേറിയൽ സ്ട്രീറ്റ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ സബ് ആർട്ടേറിയലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് കലക്ടർ റോഡ്സിനുള്ളത്. മെൻ ഫോർ collecting the traffic from local streets to arterial streets. Full access allowed from properties alongside. Full access അതിന്റെ രണ്ട് സൈഡിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. ഷോപ്പിംഗ് മോൾസോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ഓഫീസുകളോ ബിസിനസ് ഏരിയാസോ എന്തോ ആയിക്കോട്ടെ, അതിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റോഡിലുണ്ട്. സിറ്റുവേറ്റഡ് ഇൻ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ഏരിയാസ്. ഓക്കെ, പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയാസിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ റോഡ് ഉണ്ടായിരിക്കുക. പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ് ഒന്നും അങ്ങനെ ഇല്ല, എന്നാൽ ചില പീക്ക് അവേഴ്സിൽ മാത്രം പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പെഡസ്ട്രിയൻസിന്റെ മൂവ്മെന്റിനോ ക്രോസിംഗ്സിനോ ഒന്നും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഈ ഒരു ടൈപ്പ് ഓഫ് റോഡിലില്ല. ഇനി ഏറ്റവും ലാസ്റ്റ് ലെവലിൽ വരുന്നതാണ് ലോക്കൽ സ്ട്രീറ്റ്. ഓക്കെ, ദീസ് ആർ ലോക്കൽ റോഡ്സ് ഓൾസോ നോൺ ആസ് മൈനർ റോഡ്സ് ആർ മെന്റ് ടു പ്രൊവൈഡ് അപ്രോച്ച് ടു ബിൽഡിംഗ്സ്, ഓഫീസസ്, ഷോപ്സ്, സ്കൂൾസ്, കോളേജസ് എക്സെട്ര. അപ്പം ഇത് ബിൽഡിങ്ങിലേക്കും ഷോപ്പുകളിലേക്കും സ്കൂളിലേക്കൊക്കെ ഡയറക്റ്റ് അപ്രോച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ മുന്നേ പഠിച്ച കലക്ടറിലും അതിലും അപ്രോച്ച് ഉണ്ട്, അതേപോലെ തന്നെ ഇതിലും അപ്രോച്ച് അതിന്റെ സൈഡിലുള്ള എല്ലാ ബിൽഡിങ്സിലേക്കാണെങ്കിലും പ്രോപ്പർട്ടിയിലേക്കാണെങ്കിലും ആക്സസ് ഉണ്ട്. ഓക്കെ, ഓപ്പൺ ആക്സസ് ഫ്രം റെസിഡൻസ്, ബിസിനസ് ഓർ അതർ പ്രോപ്പർട്ടീസ്, ഡസ് നോട്ട് ക്യാരി ലാർജ് വോളിയം ഓഫ് ട്രാഫിക്. ഓക്കെ, ലാർജ് വോളിയം ഇല്ല, വളരെ ചെറിയ വോളിയം ഓഫ് വെഹിക്കിൾസ് മാത്രമേ ഇതിൽ ഉണ്ടായിരിക്കുള്ളൂ. അൺറെസ്ട്രിക്റ്റഡ് പാർക്കിംഗ് ആൻഡ് പെഡസ്ട്രിയൻസ് അലൗഡ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഏറ്റവും ചെറിയ റോഡാണ്, അതായത് നമുക്ക് വളരെ ഉള്ളോട്ടുള്ള റോഡുകളൊക്കെ നമുക്ക് ഇതിൽ പെടുത്താം. അതായത് ഇതില് പ്രത്യേകിച്ച് വേറെ ഒരു കൺട്രോളോ ട്രാഫിക് കൺട്രോളോ ഒന്നുമില്ല. ഈ റോഡിൽ നിന്ന് ഡയറക്റ്റ് എന്താണോ ആ പ്രോപ്പർട്ടീന്റെ സൈഡിലുള്ളത് അതിലേക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഓക്കെ, ഏറ്റവും വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം ഒരു ഹൗസിംഗ് കോളനിയിലെ ഒരു റോഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഏറ്റവും സ്മോളസ്റ്റ് ലെവൽ റോഡാണ്. ഓക്കെ, അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി നേരെ വന്ന് കലക്ടർ സ്ട്രീറ്റിലേക്ക് കയറി, കലക്ടർ സ്ട്രീറ്റിൽ നിന്ന് സബ് ആർട്ടേറിയലിൽ കയറി, ആർട്ടേറിയലിൽ വന്ന് അങ്ങനെ എക്സ്പ്രസ് വേയിലേക്ക് വരുന്ന രീതിയിലുള്ള
ഒരു ഹൈറാർക്കിയാണ് ഉള്ളത്. ഓക്കെ, ഏറ്റവും ലോ ലെവലിൽ വരുന്ന അല്ലെങ്കിൽ ആ വീതിയും മറ്റുള്ള റോഡിലുള്ള ഫെസിലിറ്റി ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ വരുന്നതാണ്. ഇതിൽ അങ്ങനെ അധികം വെഹിക്കിൾസ് ഉണ്ടാവില്ല. ആ റോഡിന്റെ സൈഡിൽ വരുന്ന പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ചുരുങ്ങിയ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഈ ഒരു ടൈപ്പ് ഓഫ് റോഡിന് ഇല്ല. ഈ ഒരു ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫിഗർ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എക്സാമിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് എഴുതാനായിട്ട് പറ്റണം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും താഴെ ലോക്കൽ സ്ട്രീറ്റ്സ്. ലോക്കൽ സ്ട്രീറ്റ് എന്നത് കളക്ടറിലേക്ക് വരുന്നു. കളക്ടർ സ്ട്രീറ്റ് എന്നത് ആർട്ടേറിയലിലേക്ക് വരുന്നു. സബ് ആർട്ടേറിയൽ ഓപ്ഷണൽ ആണ്, എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല. ആർട്ടേറിയലിൽ വരുന്നു. ഓക്കെ, ആർട്ടേറിയൽ എന്നത് എക്സ്പ്രസ് വേസിലേക്ക് കയറുന്നു. അപ്പൊ ഈ രീതിയിലായിരിക്കും ഒരു അർബൻ ഏരിയയിലെ അല്ലെങ്കിൽ ഒരു റോഡിന്റെ ഹൈറാർക്കി വരുന്നത്. ഓക്കെ, എക്സ്പ്രസ് വേ, ആർട്ടേറിയൽ, പിന്നെ സബ് ആർട്ടേറിയൽ, കളക്ടർ, ലോക്കൽ. ഓക്കെ, എക്സ്പ്രസ് വേ, ആർട്ടേറിയൽ സ്ട്രീറ്റ്സ്, കളക്ടർ സ്ട്രീറ്റ്സ്, ഇൻ കേസ് സബ് ആർട്ടേറിയൽ ഉണ്ടെങ്കിൽ സബ് ആർട്ടേറിയൽ സ്ട്രീറ്റ്സ് ആൻഡ് ലോക്കൽ സ്ട്രീറ്റ്സ്. ആ രീതിയിലായിരിക്കും. അപ്പൊ ഈ ഫിഗർ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി വരുന്നത് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ് സെന്റേഴ്സ് ആണ്. ഓക്കെ, അർബൻ സ്ട്രക്ചർ കമ്പോണൻസിലെ ഹൈറാർക്കി ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു അർബൻ സ്ട്രക്ചറിലുള്ള ഏറ്റവും ലോവർ മോസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്ന ഹൗസ് ഹോൾഡ് ആണ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് അല്ലെ. ഇപ്പൊ ഒരു വീട്ടില് ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, എ ഹൗസ് ഹോൾഡ് കൺസിസ്റ്റ് ഓഫ് 2 or more persons who live in the same dwelling. It may be of a single family or another type of person group. അപ്പം ഒന്നിലധികം, ഓക്കെ, 2 or 3 അല്ലെങ്കിൽ 4 ഒരേ ഫാമിലിയിൽ തന്നെ ആളുകളാവാം, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നതാവാം. ഓക്കെ, അതായത് ഒന്നിലധികം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ആ ഒരു സിംഗിൾ ആയിട്ടുള്ള ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് 2 or 3 അല്ലെങ്കിൽ അതിലധികം ആളുകൾ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നതിന് നമുക്ക് ഹൗസ് ഹോൾഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഹൗസ് ഹോൾഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആണ്. അതായത് ഈ ഹൗസ് ഹോൾഡുകളിലുള്ള, അതായത് കുറെ വീടുകളിലുള്ള ആളുകളെല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു സെന്റർ എന്ന് നമുക്ക് പറയാം. അതായത് സെന്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു വരുന്നത്. അതായത് ഇപ്പൊ ഷോപ്പിങ്ങിനാവാം. ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കുറെ വീടുകളുള്ള സ്ഥലമാണെങ്കിൽ ആ വീടുകളിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വരേണ്ടി വരും അല്ലെ, ഷോപ്പിങ്ങിനായിട്ടും അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓഫീസുകളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, അതുപോലെ പല ആക്ടിവിറ്റി, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഒന്നിച്ചു കൂടുന്നതായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഉള്ള സെന്റേഴ്സ് ആണ്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി സെന്റർ, ഡിസ്ട്രിക്ട് സെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി സെന്റർ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഒന്നിച്ചു കൂടുന്ന തരത്തിൽ. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടും ആവാം, ഷോപ്പിങ്ങിനാവാം, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനാവാം, വേറെ ഏതെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, എന്തും ആയിക്കോട്ടെ. അങ്ങനെ ഒന്നിച്ചു കൂടാനുള്ള ഒരു പർട്ടിക്കുലർ ഏരിയക്കാണ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ പബ്ലിക് ലൊക്കേഷൻസ് വെയർ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി ടെൻഡ് ടു ഗെദർ ഫോർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ എന്തും ആവാം. ഓക്കെ, ഇപ്പം ആക്ടിവിറ്റീസിൽ ഇപ്പം വേറെ എന്തെങ്കിലും ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഹാൾ ആവാം, അല്ലെങ്കിൽ പാർക്ക് ആവാം, അല്ലെങ്കിൽ ഇപ്പം സ്കൂൾ ആവാം. ഓക്കെ, എഡ്യൂക്കേഷണൽ പേർപ്പസ്, അതൊരു ആക്ടിവിറ്റി ആണല്ലോ. ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് ആവാം. ഓക്കെ, എന്തും ആവാം. സോഷ്യൽ സപ്പോർട്ട്, പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് അതർ പേർപ്പസസ്. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ആ ഹൗസ് ഹോൾഡിലുള്ള ആളുകളെല്ലാം, പല ഹൗസ് ഹോൾഡിലുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു ഏരിയ ആണ്. പല ആക്ടിവിറ്റീസ്, ഓക്കെ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പല രീതിയിലുള്ള സോഷ്യൽ ആൻഡ് റിക്രിയേഷണൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു കൂടുന്ന സെന്റർ ആണ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് വരുന്ന ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ആണ്. ഡിസ്ട്രിക്ട് സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ പല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള, അതായത് കമ്മ്യൂണിറ്റി ഇപ്പം കുറെ വീടുകൾ ചേർന്ന ഒരു കമ്മ്യൂണിറ്റിയായി, അതേപോലെ പല കമ്മ്യൂണിറ്റീസ് ചേർന്ന് ആളുകൾ ഒന്നിച്ചു കൂടുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിൽ പ്രധാനപ്പെട്ട സെന്റർ ആണ് ഡിസ്ട്രിക്ട് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതില് ഒരുപാട് ആളുകൾ ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവും. ഓക്കെ, വലിയ വലിയ ഓഫീസുകൾ ഉണ്ടാവും, അവിടെ റീറ്റെയിൽ ഷോപ്സ് ഉണ്ടാവും, ഹോട്ടൽസ് ഉണ്ടാവും, റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, ഷോപ്പിംഗ് മാൾസ് ഉണ്ടാവും. അങ്ങനെ ആ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒന്നിച്ചുള്ള ഒരു ഏരിയ. ഓക്കെ, അതിനാണ് ഡിസ്ട്രിക്ട് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ വെറൈറ്റി ഓഫ് ബിൽഡിംഗ് ടൈപ്സ് ഫ്രം കോർപ്പറേറ്റ് ഓഫീസസ് ടു മിക്സ്ഡ് യൂസ് ഓഫീസ് ബിൽഡിംഗ്സ്
with retail shops, hotels, restaurants, shopping malls, entertainment, retail, community facility, public service. They also serve as places for community together and serve as a public space. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന, പല ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിറ്റികൾ ഒന്നിച്ചു കൂടുന്ന, കുറച്ചും കൂടെ കൂടുതൽ ആളുകളെ വഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സെന്റേഴ്സ് ആണ് ഡിസ്ട്രിക്ട് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റീജിയണൽ സെന്റേഴ്സ്. അപ്പൊ റീജിയണൽ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഡിസ്ട്രിക്റ്റിലെ ആളുകൾ തന്നെ ആയിരിക്കണം എന്നില്ല, നിയർ ബൈ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളെല്ലാം, ഓക്കെ, ഡിസ്ട്രിക്ട് സെന്റേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ കൂടുന്ന പല ഡിസ്ട്രിക്ട് സെന്റേഴ്സിൽ കൂടുന്ന ആളുകൾക്കെല്ലാം ഒന്നിച്ച് വരത്തക്കവണ്ണമുള്ള സെന്റേഴ്സ് ആണ്. ഓക്കെ, പല ഡിസ്ട്രിക്ട്സിലുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള പ്ലേസസ് നിന്നും വരാം. ഓക്കെ, ഒരു മെയിൻ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു ഏരിയയില് they are intended to serve as the focal points of regional commerce identity and activity. Okay, പല കാര്യങ്ങൾക്ക് വേണ്ടി they cater to many neighborhoods and communities and serve a population of 2,50,000 to 5 lakh residents. അപ്പോൾ ഒരു 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള റെസിഡൻസിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം, ഉള്ള സൗകര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും, ഇപ്പം ഷോപ്പിംഗ് ആണെങ്കിൽ അത്, അങ്ങനെ ആ വലിയൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള സെന്റർ ആണ് റീജിയണൽ സെന്റർ. ഓക്കെ, പല ഡിസ്ട്രിക്ട് സെന്റേഴ്സ് നിന്ന് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വരാൻ പറ്റത്തക്കവണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും വലിയ വലിയ ഓഫീസസും എല്ലാം അടങ്ങിയിട്ടുള്ള വലിയൊരു സെന്റർ ആണ് റീജിയണൽ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഇപ്പം ഹൈറാർക്കി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവീസ് സെന്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയേ ഉള്ളൂ. ഹൗസ് ഹോൾഡിനേക്കാളും വലുത് പല ഹൗസ് ഹോൾഡുകൾ ചേർന്ന് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ആവുന്നു. പല കമ്മ്യൂണിറ്റി സെന്റേഴ്സിലുള്ള ആളുകൾ ചേർന്ന് അല്ലെങ്കിൽ ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഡിസ്ട്രിക്ട് സെന്റേഴ്സ്, പല ഡിസ്ട്രിക്ട് സെന്റേഴ്സിലുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്ന റീജിയണൽ സെന്റേഴ്സ്. ഓക്കെ, ഇനി അതിൽ പെടാത്ത ഒരു കാര്യം പറയാം, ജസ്റ്റ് അതിന്റെ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ മാത്രം. നോൺ ഹൗസ് ഹോൾഡ് സെർവിംഗ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ടേം മനസ്സിലാക്കി വെച്ചാൽ മതി. എംപ്ലോയ്മെന്റ് വിച്ച് ഈസ് പെർഫോംഡ് ഓർ ഡൺ ഇൻ ട്രഡീഷണൽ സെറ്റിംഗ്സ് ലൈക്ക് ആൻ ഓഫീസ് അതർ ദാൻ ജോബ്സ് ഡൺ ഇൻ ഹൗസസ്. അപ്പം വീടുകളിൽ നിന്നല്ലാതെ ചെയ്യുന്ന വർക്കുകൾ, ഓക്കെ, ഓഫീസുകളിൽ നിന്ന് ചെയ്യുന്നതാവാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഏരിയയിൽ നിന്ന് ചെയ്യുന്നതാവാം, എന്തോ ആയിക്കോട്ടെ, വീട്ടിൽ നിന്നല്ലാതെ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള എംപ്ലോയ്മെന്റിനും നോൺ ഹൗസ് ഹോൾഡ് സെർവിംഗ് എംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത്. എംപ്ലോയ്മെന്റ് വിച്ച് ഈസ് പെർഫോംഡ് ഓർ ഡൺ ഇൻ ട്രഡീഷണൽ സെറ്റിംഗ്സ് ലൈക്ക് ആൻ ഓഫീസ് അതർ ദാൻ ജോബ്സ് ഡൺ ഇൻ ഹൗസസ്. അപ്പൊ ആ ഒരു ടേം ഒന്ന് മനസ്സിലാക്കി വെക്കാം.